അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ಶಿಕ್ಷಕ ರಕ್ಷಕ ಸಭೆ ಇದರ സഭയുടെ നിയന്ത്രിക്കടി ഞങ്ങളെ അധ്യക്ഷരായ ആദമക്ക കാരണാന്തരത്തിലൂടെ വരാത്തത് കൊണ്ട് സഭയുടെ അയാൾ പണ്ടെടുത്തോളം നിയന്ത്രിക്കരുത്. ബഹുമാനപ്പെട്ട ഞങ്ങളെ മദ്രസത്തെ ഉസ്തുവാരിയായിട്ടുള്ള ജമാഅത്തിലെ വൈസ് പ്രസിഡന്റായ അബ്ദുൽ ഹമീദ് അയാളായിട്ടിക്കട് ഈ മഹത്തായ വേദിയെ ഉദ്ഘാടനം ചെയ്തത് സ്ഥലം ഖതീബ് ഉസ്താദായ ബഹുമാനപ്പെട്ട സലാം അംജദി ഉസ്താദ് അവർകൾ, അതേപോലെ വേദിക്കയിലുണ്ട് എല്ലാവരും ആവേശത്തോടുകൂടി കാത്തുകൊണ്ടിരുന്നിന്. ഈ ടൈം പോലും ഞങ്ങൾ വെച്ചതിന് ജാവ് മഗ്‌രിബിന്റെ ടൈം വെക്കാനുള്ള കാരണം എല്ലാവർക്കും ആണിങ്ങക്ക് പോൽമാന വെച്ചെങ്കിൽ ആ ക്ലാസ് കേൾക്കണാവില്ല ചൊന്നുള്ളവർ പരാതി വന്നപ്പ അതിൽ ഞങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചതിൽ പിന്നെ വെച്ചത് ഞങ്ങളെ ഇന്നത്തെ സമ്പന്മൂല വ്യക്തിയായിട്ട് ക്ലാസ് മണ്ഡലയാക്കിടെ ബഹുമാനപ്പെട്ട റഫീഖ് മാസ്റ്റർ, അതേപോലെ വേദിക്കയുള്ള ജമാഅത്തിലെ ഗൗരവാന്വിത്വ പ്രധാന കാര്യദർശി അബൂബക്കർ, അതേപോലെ ഖജാൻജി ബി എം ആചാർ, മുസ്ലിം ജമാഅത്തിലെ പ്രസിഡന്റ് ഹുസൈനാജി, മുസ്ലിം ജമാഅത്തിലെ സെക്രട്ടറി പി കെ ഉസ്താദ്, സഹ അധ്യാപകരായ അഷ്റഫ് മദനി ഉസ്താദ്, സയ്യിദ് സഖാഫി ഉസ്താദ്, അതുപോലെ ഒരുമിച്ച് കൂടിയ രക്ഷകന്മാർ, ഉമ്മമാർ, വിദ്യാർത്ഥികൾ, കൂടുതലുള്ള ഒരു വിഷയ അവതരണത്തിന് എന്തെന്നാണ് പോണ്ടില്ല എന്ത് നിങ്ങൾ എല്ലാവരും കാത്തോണ്ടിക്കടെ ഞങ്ങളെ റഫീഖ് മാസ്റ്ററെ ക്ലാസ് ആയിട്ടിക്കടെ ഇവിടുത്തെ ഒരു സദർ ഉസ്താദ് എന്ന നിലക്ക് മദ്രസ സംബന്ധമായ 1-2 വിഷയ നിങ്ങളെ ഗമനത്തിൽ നിന്നാണ് തന്നുകൊണ്ടുള്ളത്. മഹത്തായ മദ്രസ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് +1 തോള 160 മക്ക ഇവിടെ പഠിച്ചുകൊണ്ടുള്ളവർ, 86 ഔത്തെ മക്ക ഞങ്ങൾക്ക് ഇവിടെ വന്നോണ്ടുള്ളൂ. 86 അപ്പൊ 86 പേരൻസ്മാർ വിളിക്കുമ്പമേ ചൊന്നുറ ബാപ്പവും ഉമ്മവും രണ്ടാളും പറഞ്ഞു ഇല്ലേ. സാധാരണ പേരൻസ് മീറ്റിങ്ങില് ചുമ്മ കാണ്ടേ ഉമ്മമാരായിട്ടിക്കട് എല്ലാവരും വന്നോണ്ടിരിക്കല്. ഈക്കുമ്പോഴുള്ള പേരൻസ് മീറ്റിങ്ങിൽ വെച്ചപ്പ ചുമ്മ എല്ലാവരും ഗൈറാജറായിട്ടുള്ള ഹാജരാത്തി എല്ലാം വന്നു ഇന്നര്. അപ്പൊ ബാപ്പമാര് റായത്തിൽ ഇന്നെങ്കിൽ ബാപ്പം പറഞ്ഞു ഉമ്മം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നാളെ മാസ്റ്റർ ക്ലാസ് തുടങ്ങണാകുമ്പോ ആണിങ്ങ വന്നെത്തുള്ള ഒരു വിശ്വാസത്തോടുകൂടിയാണ്. ഈ 160 മക്ക 1ാം ക്ലാസ്സിൽ പഠിച്ച് +1 തോള നടന്നുകൊണ്ടുണ്ട്. 4 ഉസ്താദന്മാരായിട്ട് ഇക്കടി നടത്തിക്കൊണ്ടുള്ളേ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈമിങ്സിൽ നിന്നാണ് നിങ്ങളെ ഗമനത്തിൽ നാ തന്നോണ്ടുള്ളത്. ചുമ്മയാള് ചില നിങ്ങൾ എങ്ങനെ എടുത്തുള്ള കഷ്ടമെന്നുള്ള എങ്ങനെയുള്ള അതുപോലെ നിങ്ങളെ ഒന്ന് ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുവാനായിട്ട് നാച്ചോളൂടെ. ഒരേ സമയത്തിൽ 2 ക്ലാസ്സും നടന്നുകൊണ്ടുണ്ട്. സുബഹിക്ക് 6 ഗಂಟೆಡೆ ഒരു 7:20 ഒളിമ്പം ക്ലാസ്, 10ാം ക്ലാസ്, അതേപോലെ വാരത്തിൽ ഒരു 3 വട്ട +1 ക്ലാസ് നടക്കട്.
ആ സമയത്ത് ഖതീബ് ഉസ്താദായിട്ട് ഇക്കടെ 10ാം ക്ലാസ് +1 എടുക്കട്, പിന്നെ ഒരു ഒലിമ്പൻ ക്ലാസ് ഒരു ക്ലാസ് ബാക്കിയാവും. അപ്പൊ അതില് 3 സബ്ജക്റ്റ് 3 ഉസ്താദന്മാരെടുത്തോളി. അത് നിങ്ങളെ ഈ ഒലിമ്പൻ ക്ലാസ് ബണ്ട് വിദ്യാർത്ഥികളുടെ പോഷക്കാരെ ഗമനത്തിൽ നൽകുന്നുള്ളേ. അങ്ങ് വന്നിട്ട് കൂടെ നിങ്ങൾക്ക് ടൈം കിട്ടി. ഇപ്പൊ ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ വന്നെത്തുമ്പോഴേ 6:10 ആവും. അതേപോലെ 6:10 വന്നെങ്കിൽ 6:50 അങ്ങക്ക് ഒരു 20 നിമിഷത്തെ ക്ലാസ് മാത്രം നിങ്ങൾക്ക് എടുക്കണം കിട്ടി. പിന്നെ 7:20 അങ്ങനെ അങ്ങനെ ക്ലാസ്. അപ്പൊ ബാക്കി ടൈം 3 ഉസ്താദന്മാര് പ്രധാനപ്പെട്ട മദ്രസയുടെ അടിസ്ഥാനമായ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് എടുക്കണം. അപ്പൊ അത് വളരെ തൊന്തരായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു പേരൻസ് മീറ്റിംഗ് വന്നപ്പോൾ നിങ്ങൾക്ക് ഗമനത്ത് ചൊല്ലണമെന്നായിട്ട് ചൊന്നു വന്നേ. എല്ലാവരും നിങ്ങൾ സഹകരിച്ചെങ്കിൽ ഒരു പാർട്ട് സമയത്ത് ഒരു ഉസ്താദിനെ വെച്ച് സഹകരിച്ചെങ്കിൽ വലിയ ആ മക്കൾക്ക് ഉപകാരമാവും. കാലി ഒരു 20 നിമിഷത്തിൽ അവിടെ വെച്ചെങ്കിൽ പിന്നെ ഇങ്ങ ഒത്തിക്കും മക്കളെ വിഷയമല്ല. എത്ര ഓതുന്നു ചൊന്നിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ നോക്കണേമാ, അതേപോലെ ചെറിയ ക്ലാസ്സിൽ നോക്കണേമാ. അപ്പൊ വലിയൊരു തൊന്തരായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പിർസത്തെ പേരൻസുമാർ ഇവിടെ കമ്മിറ്റിമാരുമായി ഒരു ഉസ്താദ് ചൊല്ലത് കഡായിട്ട് ഇൻഷാ അല്ലാഹ് ഇപ്പൊ പാർട്ട് ഒരു സമയത്ത് വെച്ചെങ്കിലും നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉസ്താദ് നിർബന്ധമായിട്ട് വേണം. ഇല്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് വേണ്ട പോലുള്ള എഡ്യൂക്കേഷൻ ശിക്ഷ അത് പഠിക്കണമാവില്ല. പാടെടുക്കട. ഇപ്പൊ ജാമത്തെ ക്ലാസ് 7ഉം 8ഉം ക്ലാസ് ഒന്നിച്ചിട്ട് എടുക്കണേ. ടൈം 1.5 ഗಂಟೆ, ഈ 3/4 ഗಂಟೆ കിട്ടേ. അപ്പൊ ആ മക്കളെ പാടല്ല തീർന്ന് എങ്ങനെ ആക്കണോട്. പക്ഷെ മക്കൾ അത് പ്രാക്ടിക്കൽ ആയത് പഠിപ്പാട്ടിട്ട് അത് ഇതാക്കണക്കുള്ള ആ ഉസ്താദ് ഒരു ക്ലാസ്സിൽ സമ്പൂർണമായിട്ട് വേണം. ആ 2 ഡിവൈഡ് ആയിട്ടാകുമ്പോ ടൈമു അത് അവല്ല മക്കൾക്ക് എഡ്യൂക്കേഷനിക്ക് ഭാരി തൊന്തരാടും. അതുകൊണ്ട് ഫസ്റ്റ് ഞാനൊന്ന് ചൊന്നോല്ലേ, ഞങ്ങളെ മദ്രസത്തിൽ വർഷം പോയ പോലെ മക്ക കൂടിയുണ്ടുണ്ട്, ജാസ്തി ആയിട്ടുണ്ടോ ഉസ്താദന്മാർ ഇനിയൊന്ന് വെക്കണോ. അത് വെക്കുമ്പോ വലിയ ഒരു ഇതാവും. എന്തിനാക്കടെ ശമ്പളം കൊടുക്കണല്ലേ, വലിയ പ്രശ്നമുണ്ട് അവിടെ. നാട്ടുകാരിക്കടെ ഈ 86 പേരൻസ്മാർ ഞങ്ങളെ മദ്രസത്തേക്ക് വേനായിട്ടല്ലേ വർഷത്തേക്ക് ഒരു 1000 രൂപ പോലെ എക്സ്ട്രാ തന്നെങ്കിൽ 86,000 രൂപ. പിന്നെ അങ്ങ് കമ്മിറ്റി എന്തെങ്കിലും അപ്പുറം ആരെ കണ്ടുപിടിച്ചിട്ട് ഇതാക്കും. ഒരു ഉസ്താദിന് ശമ്പളത്തെ എങ്ങനെ തൊന്തരയില്ല. എന്തുകൊണ്ട് 1000 ഒന്തിക കൊടുക്കണം, അതിലൊട്ടി 1000 രൂപ എക്സ്ട്രാ. അല്ല മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ഇൽമു പഠിക്കുന്ന മക്കൾക്ക് കിട്ടണം. വേണേ ഞങ്ങൾ വേറെ എന്തെങ്കിലും ചെലവാക്കണം. സ്കൂളിലെ ಬಗ್ಗೆ ഞാൻ പോകണില്ല. സ്കൂളിൽ ഞങ്ങൾ എത്ര ഫീസ് കെട്ട ഒരേ കെട്ടില്ലേ. ഇംഗ്ലീഷ് മീഡിയം ചെന്നിട്ട് എത്ര വർഷത്തേക്ക് എത്ര ഒരു മക്ക ചിലപ്പോൾ 15,000 13,000 രൂപ കെട്ട. അതേ മരിച്ചിട്ട് ഒരു വർഷത്ത് ഒരു 1000 രൂപ തന്നെങ്കിൽ കമ്മിറ്റി എന്തു കഷ്ടാവാല്. അപ്പൊ നിങ്ങളും സഹകരിക്കണോ. ഒന്നാമതായിട്ട് നാം പേരൻസ്മാരുടെ ചൊല്ലുടെ നിങ്ങളെ മക്കൾക്ക് ഇൽമ വേണ, അത് കിട്ടണമെന്നായിരിക്കും. ഒരു ക്ലാസ് ഒരു ഉസ്താദ് ഒരു ടൈമിൽ അല്ലാണ്ട് 2 ക്ലാസ് ഒരു ഉസ്താദ് സേന്ദ്രിക്കുമ്പോൾ വളരെ കഷ്ടമാടും. ഇത്രത്തോളം ഞങ്ങൾ സുധാരിച്ചു പോയാൽ പ്രത്യേകിച്ച് ഞാൻ ചൊന്ന പോലെ ഇനിയിപ്പ ഒരു 4 തിങ്കൾ 3 തിങ്കളുള്ളിൽ ഫെബ്രുവരി 8 ഒലിമ്പൊക്കെയായിട്ട് ഞങ്ങളെ പബ്ലിക് പരീക്ഷ, ജനറൽ പരീക്ഷ 25 തീർ, 26 ഞങ്ങളെ ഈ വർഷത്തെ അധ്യയന വർഷ തീർ. ഇനി ഒരു 4 തിങ്കളായെങ്കിലും ഞാൻ നിങ്ങളിട്ടിയും പേരൻസ്മാരിട്ടും കമ്മിറ്റി ഞങ്ങളെ ഗമനത്ത് വന്നുകൊണ്ടല്ലേ ഈ ഒലിമ്പൻ ക്ലാസ്സിൽ ഒരു എക്സ്ട്രാ ഒരു ഉസ്താദ് വെച്ചിട്ട് ഒരു ഹാഫ് ശമ്പളം വെച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾ സഹകരിച്ചെങ്കിൽ വളരെ നന്നാവും. എന്തെങ്കിലും അതിക്ക് വെളിയില്ല ഒരു 4 തിങ്കളത്തെ ശമ്പളം മാത്രം, അതൊരു പാതി ശമ്പളം ಅದಕ್ಕೆ ಮನಸ್ಸಾಕಿಂಗೆ ಈ ಅಲಕೇರಾಯಕ್ಕೆ വലിയ വിഷയമല്ല ഇൻഷാ അല്ലാഹ്. അപ്പ ഒരു ഉസ്താദ് ഈ പ്രോബ്ലം ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇതാണ് ഗമനത്ത് തന്നിട്ടുള്ളത്. അതേപോലെ ഞങ്ങള് മക്ക ഇങ്ങനെ ചൊന്നോണ്ടിക്കൊരു ഖുർആൻ ഓതണം. ഞങ്ങളെ മക്കാവില്ല ഖുർആൻ നിങ്ങൾ ഓതാട്ടറ ഇല്ല നക്ക് ഒന്നില്ല വിഷയം. അപ്പൊ ഖുർആന്റെ ಬಗ್ಗೆ ನಾನು ചുരുക്കിക്കൊണ്ട് വന്നിട്ടില്ലേ. ചൊന്നെങ്കിൽ എൻ്റെ കുറെ വിഷയമാവും. അതുകൊണ്ട് ഞാൻ ചുരുക്കിക്കൊണ്ട് വന്നോണ്ടല്ലേ പോയിന്റ് വിഷയം മാത്രം ചൊല്ലുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് അതിക്ക് വേണമുള്ള മരുന്നുകൾ പരിഹാരങ്ങൾ ഞങ്ങളെ ബഹുമാനപ്പെട്ട റഫീഖ് മാസ്റ്റർ ചൊന്തരും
നിങ്ങൾക്ക്. അള്ളാഹു അയാൾക്ക് നല്ല നിലക്ക് ക്ലാസ് അവതരിപ്പിക്കണം, അത് കേൾക്കണം, അത് ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഖുർആന്റെ ಬಗ್ಗೆ പ്രതി ഒരു പേരൻസ്മാർ എടുത്ത പാടത്തെ ജാവബന്റെ മക്കള് സുബഹി എണിപ്പാട്ടിട്ട് അങ്ങനെ ഒരു 5 കുരിയായ ഓതാട്ടുള്ള പ്രയത്നം നിങ്ങൾ പറഞ്ഞു. എന്നാൽ നിങ്ങളെ മക്കൾക്ക് ഖുർആൻ നല്ല നിലക്ക് ഓതാവും. നിങ്ങൾ വെച്ച് നോക്കണം, ഓതാട്ടണം. അതേപോലെ സുബഹി ബന്റെ മക്കള് മഗ്‌രിബ് നിസ്കാരത്തെ സമയത്ത് ഡെപ്പാട്ടിട്ട് ഒരു കാഗണ്ട നിങ്ങളെ മദ്രസക്ക് പേനായിട്ട് നിങ്ങൾ യൂസ് ആക്കിയെങ്കിൽ വലിയ മക്കൾക്ക് നല്ല ഖുർആൻ ഓതണമാവണം. അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കണം സാധ്യമാവും. ഒന്നാമതായിട്ട് ഞങ്ങൾ ആക്കേണ്ട സ്വര ഔത്തുളത്തിൽ മക്കളെ ഞങ്ങളെ ഖുർആൻ ಬಗ್ಗೆ വളരെ ഇതാവും. ചുമ്മ പക്കത്തെ കംപ്ലൈന്റ് എൻ്റെ മോന് ഖുർആൻ ഓതണാവില്ല, യാസീൻ ഓതണാവില്ല. പക്ഷേ നിങ്ങൾ ഓതണാവില്ല ചെന്ന് വയ്യാവില്ല. നിങ്ങത്തെ എല്ലാത്തിനും നോക്കണോ, നോക്കിയിട്ട് നമുക്ക് ഉസ്താദന്മാരായിട്ട് മെയിൻ ഒരു മക്കളെ നല്ലാക്കാനുള്ള ഉസ്താദും പേരൻസ് ആയിട്ട് ഇങ്ങ ജണ്ടാല് ഒരു പോലെ ഇന്നെങ്കിൽ ഏതൊരു മക്ക തെരു തപ്പി പോലെ ഏത് മക്കൾക്ക് പഠനത്തിൽ ഹിന്നട വരലെ അഭിവൃദ്ധി വരും. അതുകൊണ്ട് എൻ്റെ ബിർസത്തെ പേരൻസ്മാരായിട്ട് ചൊല്ലണില്ലേ, ഉസ്താദുമാരായിട്ടുള്ള കണക്ഷൻ വേണം. ആയ ക്ലാസ്സിൽ ഉസ്താദുമാരായിട്ട് അതുകൊണ്ട് എല്ലാവരും ആ ಬಗ್ಗೆ ജാഗ്രത വഹിച്ചൊന്നുമേനായിട്ട് ഞാൻ ചൊന്നിട്ടില്ല. അതേപോലെ ഞങ്ങളെ അർദ്ധവാർഷിക മുഞ്ഞാണ്ട് കളഞ്ഞിട്ട് പേപ്പർ മുഞ്ഞാണ്ട് കൊടുത്തത്. അപ്പൊ അതിലെ ഫലിതാംശം നിങ്ങൾ നോക്കില്ല മക്കളെ. മാർക്ക് നോക്കണ്ട, മാർക്ക് ചിലപ്പോ ആരൊക്കെ ചിലപ്പോക്കും. പക്ഷെ മക്കളുള്ള അത് എത്ര നാഫിയായിട്ട് ഞങ്ങളെ മക്കളിട്ട് അത് എത്ര നല്ല നിലക്ക് ഇതായിട്ട് ചൊല്ലിട്ടുള്ള ഫലിതാംശം നിങ്ങൾ ഒന്നോ പേരൻസ്മാർ നിങ്ങൾ നോക്കിയിട്ട് ഇന്നെങ്കിൽ വളരെ മക്കളെ വിഷയത്തിൽ അഭിവൃദ്ധിയാവും ഇൻഷാ അല്ലാഹ്. അതേപോലെ ഞങ്ങളെ SBS ഞാൻ ചുരുക്കൊണ്ട് വന്നിട്ടില്ല. SBS സുന്നി ബാല സംഘ മക്കളെ ഒരു സംഘടനയായിരിക്കും. ഇതിൽ വാർഷിക ഒരു കിടാവുക 100 രൂപ വാര ജണ്ട് 10 രൂപ തന്നിട്ട് സഹകരിക്കണം. ആ പൈസ കൊണ്ടാണ് വലിയൊരു നിങ്ങളെ തന്നെ ആ മക്കളെ പൈസ 35,000 രൂപ ഇൻവെർട്ടർ മദ്രസത്തെ SBS കണക്കിലൂടെ മദ്രസ നടക്കുന്നു. അത് വലിയൊരു കൂലിയുള്ളത്. അതുകൊണ്ട് ആ SBS ഇനിയും ഞങ്ങൾക്ക് അവരുടെ കുറെ ആവശ്യങ്ങളുണ്ട്. ആ SBS മക്കളെ കൊണ്ട് ചെറിയ സംഖ്യ നിങ്ങൾ കൊടുക്കുക. ആ പൈസ അത് ഇൻഷാ അല്ലാഹ് മക്കളുടെ നാ ചൊന്നിനെ അത് നവംബർ 31 എല്ലാ മക്കൾ കൊടുത്തിട്ടു സഹകരിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ചൊല്ലണം. അത് ready. Now I will call Hiba. Come and set this picture. What is this, Hiba? Rock. After, day after, which one? Yes, correct. Rita, come here. Set the alphabet for this picture.
الآيات وارزقنا شفاعته يوم القيامة إنك لا تخلف ميعاده. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده وهو العلي العظيم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങളെ സഭയ്ക്ക് ഞങ്ങൾ വേദിക്ക് ഞങ്ങളുടെ ജമാഅത്ത് പ്രസിഡന്റായ ആദാമക്കടെ ആഹ്വാനിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ SBS ഉള്ള ആ പൈസ ഒന്ന് കൊടുത്തു നിങ്ങൾ സഹകരിക്കും. പിന്നെ ഞങ്ങളെ മക്ക 2 വർഷത്തോളൊക്കെ റേഞ്ച് മട്ട, ജില്ലാ മട്ട, രാജ്യമട്ടത്തിൽ ഞങ്ങളെ പ്രതിഭ സംഗമം നടന്നുകൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാഹ് ഈ വർഷം ഞങ്ങളെ അലക്കിയ മദ്രസത്ത് റണ്ണർ ചെന്നെങ്കിൽ ദ്വിതീയ സ്ഥാന ട്രോഫി ഞങ്ങൾക്ക് ഈ മദ്രസത്ത് കിട്ടി. ഞങ്ങളെ മക്ക നല്ല നിലക്ക് അധ്വാനിച്ചവർ ഇൻഷാ അല്ലാഹ് നാൽക്കളി ഞായറാഴ്ച ബൈത്തെടുക്കത്തിൽ വെച്ചിട്ട് ജില്ലാ മട്ടത്തിൽ ഞങ്ങളെ ഈ രാജ്യത്തെ 10 മക്ക അവിടെ ആയിക്കായിടർ. ഇൻഷാ അല്ലാഹ് അവിടെയും ജില്ലാ മട്ടത്തിൽ അല്ലാഹു വിജയം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളായ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതലായിട്ട് ഞാൻ ഇനി ഇൻഷാ അല്ലാഹ് ചൊല്ലണ പോണില്ല. ഉദ്ഘാടന ഭാഷണമുണ്ട്. അതേപോലെ നിങ്ങൾ ആവേശത്തിൽ കാത്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട റഫീഖ് മാസ്റ്റർ ക്ലാസ്സും ഉണ്ട്. അതുകൊണ്ട് എല്ലാ നിലക്ക് ഞങ്ങൾക്ക് നിങ്ങൾ സഹകരിച്ചുകൊണ്ടിരുന്നത് ഇനിയും നല്ല നിലക്ക് സഹകരിക്കുന്നുണ്ട്. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തേണ്ടില്ല. ഞങ്ങളെ ടൈമിങ്സിന്റെ ಬಗ್ಗೆ അത് നല്ല ഉമ്മമാർ ആ ടൈമിക്ക് എല്ലാ മക്കളെ എത്താട്ടത് അള്ളാഹു ഉമ്മമാർക്ക് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലവൊക്കെ ചുമ്മ ലേറ്റായിട്ട് വേണ്ടി മദ്രസ അങ്ങനെയൊക്കെ ഇവിടെ എത്തിച്ചിട്ട് ടൈമിಗೆ എല്ലാവരും വന്നിട്ട് മക്കളെ കടത്തിരത് അതൊക്കെ വലിയ പാത്ര വയസ്സിൽ ഞങ്ങളെ ഉമ്മമാരായിട്ട് ഞങ്ങളെ ഭർത്താക്കി കടത്തിട്ട് ആ സുബഹിയുടെ സമയത്ത് 6:30 ഗಂಟೆಗೆ ആ ഭരണയെങ്കിൽ ചൊന്ന മക്ക ചിലപ്പോൾ വലിയ മക്കളിട്ടമേ കടത്തിട്ട് സഹകരിച്ചുകൊണ്ടുള്ളവർ 6:10 6:05 ആകുമ്പോ വേറെ ക്ലാസ്സിലെ മക്കമേ വന്നിട്ടുള്ളവർ. അതുകൊണ്ട് ആ മക്കൾ നിങ്ങൾ സഹകരിക്കുന്ന വലിയ നാളെ നന്ദി നിങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള. അതേപോലെ നല്ല നിലക്ക് നിങ്ങൾ എല്ലാ നിലക്ക് നിങ്ങൾ സഹകരിക്കണം. ഞങ്ങൾ എന്തും ഞങ്ങൾ റേഞ്ചിന്റെ ഭാഗ്യങ്ങള് എന്തെങ്കിലും ഒരു കളക്ഷൻ കേട്ടെങ്കും കൂപ്പൺ കിടത്തിയെങ്കും എല്ലാത്തും നിങ്ങൾ സഹകരിച്ചുള്ളൂ. മേലാളെ ഇനിയും നിങ്ങൾ സഹകരിക്കൊണ്ടെന്ന് കേട്ടോണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ സ്വാഗതത്തേക്ക് ഞാൻ കടക്കടെ. ഇന്നത്തെ അധ്യക്ഷ ഞങ്ങളെ ജമാഅത്ത് അധ്യക്ഷരായ ആദമക്കായിട്ട് അയാൾക്ക് ഇവിടെ എല്ലാവരും കൂടി പരമായിട്ട് ഞാൻ സ്വാഗതം അറിയിച്ചുകൊണ്ടുള്ള. അതേപോലെ ഈ മഹത്തായ ഇന്നത്തെ ക്ലാസ് ഉദ്ഘാടനാക്കടെ ബഹുമാനപ്പെട്ട ഖദീബ് ഉസ്താദിക്കും സ്വാഗതങ്ങൾ അർപ്പിക്കട. അതേപോലെ എൻ്റെ മഹത്തായ ഈ ക്ലാസ് എടുക്കുന്നതെന്ന് വന്ന് ദൂരത്തെ അങ്ങനെ വന്ന് നിങ്ങളെക്കാൾ വേഗം വന്നത് ചൊന്നെങ്കിൽ 5:45 ആകുമ്പമേ ഞാൻ വന്നിട്ട് അയാൾ അള്ളാഹു അയാൾക്ക് നല്ല നിലക്ക് ക്ലാസ് അവതരിപ്പിക്കണം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അയാൾക്കും ഞങ്ങളിവിടെ കൂടി എല്ലാവരും ഭാഗമായിട്ട് ഞാൻ ഹാർദികമായ സ്വാഗതമാക്കിയുണ്ട്. അതേപോലെ ജമാഅത്തിലെ സെക്രട്ടറി, ഖജാൻജി, മുസ്ലിം ജമാഅത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി, ഇവിടെ ഞങ്ങളുടെ സഹാധ്യാപകന്മാർ, കൂടിയ പേരൻസ്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസത്തെ ഉസ്തുവാരിമാർ, ഉമ്മമാർ, മക്ക എല്ലാവരും ഒരു പലക്കത്തിൽ സ്വാഗതമാക്കിയിട്ട് എൻ്റെ സ്വാഗതത്തെ വിരാമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.